ഭയത്തിന്റെയും ഭ്രാന്തിന്റെയും ഇടയിലുള്ള നേർത്ത നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനുണ്ട്, എഡ്ഗർ അലൻ പോ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഭയാനകവും എന്നാൽ ഹൃദയസ്പർശിയുമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു കൊലപാതകത്തിന്റെ മാത്രം കഥയല്ല. ഇത് കുറ്റബോധം ഒരു മനുഷ്യനെ എങ്ങനെ വേട്ടയാടുന്നു എന്നതിന്റെ നേർചിത്രമാണ്. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഇല്ല, ഒരിക്കലുമില്ല. എന്റെ ഇന്ദ്രിയങ്ങൾ വല്ലാതെ മൂർച്ചയുള്ളതായിരുന്നു എന്ന് മാത്രം. ആ വൃദ്ധനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അയാൾ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാളുടെ ആ കണ്ണ്, ആ കഴുകൻ കണ്ണ്, ആ കഴുകന്റെ പോലെ നീലിച്ച തിമിരം ബാധിച്ച ആ കണ്ണ് എന്നെ നോക്കുമ്പോൾ എന്റെ രക്തം തണുത്തുടങ്ങുമായിരുന്നു. 7 രാത്രികൾ. കൃത്യം അർദ്ധരാത്രിയിൽ ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. 8ാം രാത്രിയിൽ ഞാൻ ആ കണ്ണ് തുറന്നിരിക്കുന്നത് കണ്ടു. ആ ഭയം, അയാൾ അനുഭവിച്ച അതേ ഭയം ഞാനും അറിഞ്ഞു. ഒടുവിൽ ആ ഹൃദയമിടിപ്പ് നിന്നു. നിശബ്ദത, ഭയാനകമായ നിശബ്ദത. ഞാൻ അയാളെ മറവു ചെയ്തു. തറയോടുകൾക്കിടയിൽ ആ രഹസ്യം ഞാൻ ഒളിപ്പിച്ചു. പോലീസ് വന്നപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. പക്ഷെ അപ്പോഴാണ് ആ ശബ്ദം തുടങ്ങിയത്. ടപ് ടപ് ടപ്. ഒരു ക്ലോക്കിന്റെ ശബ്ദം പോലെയല്ല, പഞ്ഞിയിൽ പൊതിഞ്ഞ ഹൃദയത്തിന്റെ താളം പോലെ. എന്റെ ഉള്ളിൽ ആ ശബ്ദം അലച്ചുകൊണ്ടിരുന്നു. അത് ഉച്ചത്തിലായി, പിന്നെയും ഉച്ചത്തിൽ. അവർക്കത് കേൾക്കാമായിരുന്നു. അവരെന്നെ കളിയാക്കുകയാണോ? എനിക്ക് സഹിക്കാനായില്ല. ഞാൻ അലറി വിളിച്ചു, നിർത്തൂ! ആ ഭയാനകമായ ശബ്ദം നിർത്തൂ! ഞാൻ സമ്മതിക്കുന്നു, ഞാനാണ് അത് ചെയ്തത്. ആ തറയോടുകൾ പൊളിച്ചു നോക്കൂ. അവിടെയാണ് ആ വൃദ്ധന്റെ ഹൃദയം എന്നും തുടിക്കുന്നത്. ഇതൊരു കുറ്റസമ്മതത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട മാനസിക തകർച്ചയുടെ കഥയാണ്. തനിക്ക് ഭ്രാന്തില്ലെന്ന് കഥാനായകൻ തറപ്പിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ അതൊരു വലിയ അപകട സൂചനയാണ്. ഒരു വൃദ്ധന്റെ കണ്ണിനോടുള്ള, കഴുകൻ കണ്ണിനോടുള്ള അടങ്ങാത്ത ഭ്രാന്തമായ അഭിനിവേശമാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ ലാഭേച്ഛയില്ല, വ്യക്തമായ തന്ത്രങ്ങളില്ല, വെറും വിഭ്രാന്തി മാത്രം. അയാൾ ശരീരം കഷ്ണങ്ങളാക്കി തറയോടിനടിയിൽ ഒളിപ്പിക്കുന്നു. തന്റെ പദ്ധതി തികച്ചും കുറ്റമറ്റതാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. തുടർന്നാണ് ആ പോലീസുകാർ എത്തുന്നത്. പുറമെ നോക്കിയാൽ കഥാനായകൻ മികച്ച രീതിയിൽ പെരുമാറുന്നു. ശാന്തമായ ഭാവം, ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം, പൂർണ്ണമായ സഹകരണം. എന്നാൽ ആന്തരികമായി അയാളുടെ മനസ്സ് തകരാറിലാകുന്നു. അയാൾ ഒരു ഹൃദയമെടുപ്പ് കേട്ടു തുടങ്ങുന്നു. അത് കൂടിക്കൂടി വരുന്നു. ആ ശബ്ദം പുറത്തറിയുമെന്ന ഭയം അയാളെ പിടികൂടുന്നു. ഒടുവിൽ സമ്മർദ്ദത്തിനടിമപ്പെട്ട് അയാൾ സ്വയം കുറ്റം ഏറ്റുപറയുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്ത നറേറ്റീവ് ആണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഭ്രാന്തമായ ചിന്തകളുടെ പരാജയം, ഒരിക്കലും ഒഴിവാക്കാനാവാത്ത കുറ്റബോധം. ഇവയുടെയൊക്കെ കൃത്യമായ പഠനമാണ് ഈ കഥ. ഇവിടെ ഭയം എന്നത് ഒരു കൊലപാതകമല്ല, മറിച്ച് എല്ലാം തന്റെ നിയന്ത്രണത്തിലാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുമ്പോഴും ഒരു മനസ്സ് സ്വയം വിഷമിക്കുകയാണ്. ഉള്ളിലെ ഒച്ചപ്പാടുകൾ എപ്പോഴും നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും നിഷേധത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ലെന്നും ഈ കഥ തെളിയിക്കുന്നു.